ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെ കുനാഫ ഡോ കിട്ടുന്നില്ല, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുനാഫയാണിത്. ടേസ്റ്റൊക്കെ സെയിം കുനാഫ ഡോ കൊണ്ട് ചെയ്യുന്ന അതേ ടേസ്റ്റാണ് ഇതിനും കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 ഏലക്ക ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു സിറപ്പി കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് കുറുകി വരുന്നവരെ ഇതിനെ തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിനു വേണ്ടി ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം നല്ല കനം കുറഞ്ഞ സേമിയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് കയ്യിലുള്ളതെങ്കിൽ കുറച്ച് ബട്ടറോ ഗീയോ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതെല്ലാം നല്ലതുപോലെ കൈകൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഇത് മെൽറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. ബട്ടറും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. എല്ലാ സേമിയയിലും നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി. ഒരുപാട് വലിയ പാൻ എടുക്കരുത്, ചെറിയൊരു പാനിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എത്ര വലിപ്പമുള്ള കുനാഫാണ് നമ്മൾ ചെയ്യുന്നത് അത്രയും വലിപ്പമുള്ള പാനേ എടുക്കാവുള്ളൂ. ബട്ടർ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബട്ടറിൻ്റെയും സേമിയയുടെയും ആ മിക്സ് പകുതി ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് പകുതി എടുത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ സേമിയയുടെ പകുതി സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് ഞാൻ ഈ ചെയ്യുന്നത്. വേറൊരു രീതിയിലുള്ള ഫില്ലിങ്ങും ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സൈഡിലേക്കൊന്നും ആക്കി എടുക്കരുത്, കാരണം അത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിന് മുകളിലായിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ബാക്കി ഇരിക്കുന്ന പകുതി സേമിയ കൂടി ഇട്ട് കൊടുക്കണം. ആ ഫില്ലിങ് ഫുള്ള് കവറാവുന്ന രീതിയിൽ സേമിയ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവൻ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുനാഫ ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ഇനി ഇത് നമുക്ക് വേറൊരു പാനിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ കുനാഫയുടെ ഒരു സൈഡൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സൈഡും ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും 15 മിനിറ്റ് വീതം ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആദ്യം ഇട്ടിരുന്ന പാനിലേക്ക് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. അടുത്ത സൈഡ് ഇതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2-3 സ്പൂൺ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് സമയം, അതായത് ഒരു 2 മിനിറ്റ് ഒന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സേമിയ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടോടെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നട്ട്സ് ഒന്നും ഇട്ട് ഗാർണിഷ് ചെയ്തില്ലെങ്കിലും ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിഷ്ടമുള്ള ഫില്ലിങ് ഇതിന് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു രീതിയിലുള്ള ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുനാഫ സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.